ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 67ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. സാർ, ഇന്ത്യയിലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IIT എന്ന് തന്നെയാണ് അതിന് ഉത്തരം. പക്ഷേ ഈ IIT-കൾ ഇപ്പം ഇൻ്റർനാഷണൽ ക്യാമ്പസുകൾ തുടങ്ങുകയാണ്. IIT അബുദാബി, IIT ടാൻസാനിയ, ഇങ്ങനെയൊക്കെ കേട്ടു തുടങ്ങുന്നു. സാർ, ശരിക്കും എന്താണ് IIT-കൾ ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ക്യാമ്പസുകൾ തുടങ്ങാനുള്ളൊരു കാരണം? എന്താണ് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ IITs ആക്ച്വലി ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം മറ്റു പല ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പല യൂണിവേഴ്സിറ്റീസും ഇന്ത്യയിൽ അവരുടെ ക്യാമ്പസ് പ്രത്യേകിച്ച് ഗിഫ്റ്റ് സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈവൻ കേരളത്തിൽ പോലും നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ പുതിയ നിയമം വരികയാണ്, സ്വാഗതം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഇന്ത്യക്ക് പുറത്ത് ഉള്ള കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് അത് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പുറത്തു പോയി പഠിക്കാനുള്ളൊരു അവസരം. അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് മലയാളി ലോകത്തെല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇന്ത്യക്കാർ മിക്കവാറും ഉള്ള രാജ്യങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യക്കാർക്കും ഇനി മറ്റ് നാഷണാലിറ്റികൾക്കും അവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷർ, അപ്പോൾ ഒരു കൾച്ചർ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാം IITസിൻ്റെ ക്വാളിറ്റി വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു IIT തുടങ്ങിക്കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള അഡ്മിഷൻസും കാര്യങ്ങളും എബ്രോഡാണെങ്കിലും ലഭിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ IIT നമുക്കറിയാം ഇന്ത്യയിലിപ്പോൾ തുടങ്ങുന്നതൊക്കെ, ഈ ക്യാമ്പസ് തുടങ്ങുന്നതൊക്കെ പ്രധാനപ്പെട്ട IITs തന്നെയാണ്. അപ്പോൾ അവരുടെ ഔട്ട്ലുക്ക് കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നൊക്കെ നമുക്കറിയാം. ആ ഒരു ഉദ്ദേശങ്ങളൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്. നിലവിൽ എത്ര IIT-കളാണ് ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ക്യാമ്പസുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? 7 ഇൻ്റർനാഷണൽ ക്യാമ്പസുകളാണ് പ്ലാനിങ്ങിലുള്ളത്. അതിനകത്ത് MOU സൈൻ ചെയ്തിട്ടുള്ള 2 ഉള്ളൂ. ഒന്നിപ്പം സാർ ആദ്യം സൂചിപ്പിച്ച ടാൻസാനിയയും, രണ്ടാമത് അബുദാബി. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് NRI സ്റ്റാറ്റസ് കൂടുതലും അബുദാബി, GCC കൺട്രീസിലുള്ളവരാണ്, പ്രത്യേകിച്ച് UAE-യിലുള്ളവരാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അബുദാബി ക്യാമ്പസാണ് നമുക്ക്. അത് ഡൽഹി IIT-യുടെ കീഴിലാണ്, അല്ലെങ്കിൽ ഡൽഹി IIT-യുടെ ഇൻ്റർനാഷണൽ ക്യാമ്പസ് ആയിട്ടാണ് നമുക്ക് അബുദാബിയെ കാണാൻ പറ്റും. ടാൻസാനിയ മദ്രാസ് IIT-യുടെ ആണ്. ടാൻസാനിയ എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിലുള്ള. പിന്നെ അതുകൂടാതെ ഇനി 5 ക്യാമ്പസുകൾ വരുന്ന, ഒന്ന് നേപ്പാളിൽ താമസിക്കാതെ തന്നെ അതിൻ്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈജിപ്തിലുണ്ടാവും, ശ്രീലങ്കയിലുണ്ടാവും, അതുപോലെ സൗദി അറേബ്യയിലുണ്ട്, മലേഷ്യയിലുണ്ടാവും. അങ്ങനെ 5 ക്യാമ്പസുകൾ നമുക്ക് താമസിക്കാതെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിലവിൽ പ്രവർത്തനം തുടങ്ങിയതെന്ന് പറയാൻ പറ്റുന്നത് 2 മാത്രമേ ഉള്ളൂ. ഇതിലേതാണ് മികച്ചത്? അബുദാബി ക്യാമ്പസാണ് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു, പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ടാൻസാനിയ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ സാധ്യതയുമില്ല. ഈവൻ മദ്രാസ് IIT-യുടെ കീഴിലാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ തീർച്ചയായിട്ടും IIT അബുദാബി തന്നെയാണ്. സാർ, ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, IIT അബുദാബിയിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടാം എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു IIT-യിൽ അഡ്മിഷൻ കിട്ടാൻ എനിക്ക് സാധ്യത കുറവാണ്. ഒരു പക്ഷേ അത്രമാത്രം അക്കാഡമിക മികവ് എനിക്കുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് IIT അബുദാബിയിലേക്ക് അഡ്മിഷൻ നേടാൻ വല്ല വഴികളുമുണ്ടോ? നമുക്കത് വിശദമായി പറഞ്ഞാൽ IIT അബുദാബിയിൽ 2 രീതിയിലുള്ള അഡ്മിഷൻസ് ഉണ്ട്. ഓക്കെ. അവിടെയുള്ള ബ്രാഞ്ചസ് നമ്മൾ പറയുകയാണെങ്കിൽ 3 ബ്രാഞ്ചുകളാണുള്ളത്. 4 ഇയർ BTech പ്രോഗ്രാം തന്നെയാണ്. സെയിം BTech പ്രോഗ്രാം. ഒറ്റ പ്രോഗ്രാമുകൾ 4 ഇയർ BTech പ്രോഗ്രാം തന്നെയാണ്. ഒന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്, നമ്മുടെ CSI. പിന്നെ ഉള്ളത് എനർജി എഞ്ചിനീയറിംഗ്. ഓക്കെ. അപ്പോൾ നമ്മൾ അബുദാബിയെ സംബന്ധിച്ച് ഒരു GCC കൺട്രിയാണ്. അവർ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സുകളിലേക്ക്, പ്രത്യേകിച്ച് ഫോസിൽ ഫ്യൂവൽസിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാലമൊക്കെയാണ്. അപ്പോൾ എനർജി എഞ്ചിനീയറിംഗ് ആ ഒരു പ്ലേസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ബ്രാഞ്ച് തന്നെയാണ്. പിന്നെ ഈ വർഷമാണ് പുതുതായിട്ടൊരു ബ്രാഞ്ച് വരുന്നത്, കെമിക്കൽ എഞ്ചിനീയറിംഗ് കൂടെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ 3 ബ്രാഞ്ചാണ് ഉള്ളത്. നിലവിൽ 60 സീറ്റാണ്. അത് ഈ വർഷം ഇൻക്രീസ് ചെയ്യും. കെമിക്കലും കൂടെ വരുമ്പോൾ എന്തായാലും ഇൻക്രീസ് ചെയ്യും. ഇതിലെ 1/3 സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ 20 സീറ്റാണ്. 1/3 സീറ്റ് JEE അഡ്വാൻസ്ഡ് വഴിയാണ് അഡ്മിഷൻ. JEE അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോഴും ജോസ കൗൺസിലിംഗ് വഴിയല്ല, സെപ്പറേറ്റ് അഡ്മിഷൻ, സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡൽഹി IIT-യുടെ വെബ്സൈറ്റിൽ അവർക്ക് ഒരു ലിങ്ക് തരും. അതുവഴി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ജോസ വഴിയല്ല. ജോസയുടെ സീറ്റ് മെട്രിക്സ് ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് IIT അബുദാബി ഉണ്ടാവില്ല.
ഓക്കെ. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ജെ അഡ്വാൻസ്ഡ് വഴിയാണെങ്കിലും ജോസ വഴി അല്ല എന്നുള്ളത്. സാർ ഇപ്പം ഒന്നും കൂടെ എടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. IIT ഡൽഹിയുടെയാണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഏകദേശം ജെ അഡ്വാൻസിന് ഒരു എത്ര റാങ്ക് കിട്ടിയാൽ അവിടെ IIT അബുദാബിയിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടും? നമുക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് നോക്കിയാൽ എനിക്ക് തോന്നുന്ന ഒരു 6750 6800. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ IIT-കളോട്ട് വലിയ വ്യത്യാസമൊന്നും ആ ഒരു റേഞ്ചിൽ നമ്മുടെ CS-ഉം അതോടൊപ്പം തന്നെ ഒരു 7800 റേഞ്ചിലാണ് എനർജി എഞ്ചിനീയറിംഗും ജനറൽ കാറ്റഗറി, ഓപ്പൺ ജനറൽ ന്യൂട്രൽ ഓപ്പൺ കോട്ട ഫില്ല് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് രീതിയിൽ, ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ജെ അഡ്വാൻസ്ഡ് രീതിയിൽ. അപ്പോൾ ജെ അഡ്വാൻസ്ഡിന് നമുക്കറിയാം അതിനുള്ള ക്വാളിഫിക്കേഷൻ, അതിനുള്ള ക്രൈറ്റീരിയ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം നോർമലി നമുക്കറിയാവുന്നതാണ്. രണ്ടാമത്തേതാണ് CAET എന്നറിയപ്പെടും. CAET, കമ്പൈൻഡ് അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ്, CAET. അപ്പോൾ ഈ CAET എഴുതാൻ പറ്റുന്നത് നമുക്ക് ഫോറിൻ നാഷണൽസിന് എഴുതാം, UAE പേഴ്സൺസിന് എഴുതാം. ഇനി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരെ ആ ഒരു കാറ്റഗറി നമുക്ക് പെടുത്താം. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് എഴുതാം. ഇന്ത്യയിൽ നിന്ന് ഉള്ള ആളുകൾ, ഇപ്പോൾ അബുദാബി UAE-യിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ മക്കളുണ്ടെങ്കിൽ അവർക്കും എഴുതാം. പക്ഷേ അവർ മിനിമം 5 വർഷം എന്ന് പറയുമ്പോൾ 8 മുതൽ 12 വരെ UAE-യിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ UAE പേഴ്സൺസിന് വരെ എഴുതാം. അതുകൊണ്ടാണ് കമ്പൈൻഡ് എന്നൊരു വാക്ക് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത, ഇത് ഒരു 3 മണിക്കൂർ എക്സാം തന്നെയാണ്. 3 മണിക്കൂർ എക്സാമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓഫ്ലൈൻ മോഡെന്ന് പറയാം, കാരണം നമ്മൾ പെൻ ആൻഡ് പേപ്പർ ആണ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ മോഡെന്ന് പറയാം. അത് 2 സെഷനായിട്ടാണ് നടത്തപ്പെടുന്നത്. ആദ്യത്തേത് കഴിഞ്ഞു, നമുക്ക് ഫെബ്രുവരി മാസത്തിലാണ് നടന്നു കഴിഞ്ഞു. രണ്ടാമത്തേത് ഏപ്രിൽ 13 നടക്കുന്നുണ്ട്. അതിനുള്ള സൈറ്റിൽ അതിൻ്റെ വിൻഡോ അവർക്ക് ഓപ്പണാണ്. ഇപ്പോൾ വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പരീക്ഷ വേണം എഴുതാം. അപ്പോൾ ആ പരീക്ഷ എഴുതി കുട്ടികൾക്ക് വരാം. പക്ഷേ അവിടെ നമ്മൾ എലിജിബിലിറ്റിയുടെ കാര്യത്തിൽ ഏകദേശം ജെ അഡ്വാൻസ്ഡ് പോലെ തന്നെയാണ്. അത്രയും കട്ടിയുള്ള എക്സാമുകൾ തന്നെയാണ്. എലിജിബിലിറ്റി അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം 2025 എഴുതാൻ പോകുന്ന കുട്ടി 25-ലോ 24-ലോ +2 പാസ്സായതായിരിക്കണം. അതായത് സീനിയർ റീറിപ്പീറ്റേഴ്സിന് പറ്റില്ല എന്നൊരു കാറ്റഗറി. ജെ അഡ്വാൻസിൽ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു രീതി തന്നെ വരുന്നു. പിന്നെ 2000-ന് ശേഷം ജനിച്ച കുട്ടികൾക്ക് സാധിക്കും. പക്ഷേ ഈ 2 ചാൻസുകളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതുവഴിയാണ് 3-ൽ 2 സീറ്റും ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ 2 ചാനൽ വഴി അഡ്മിഷന് സാധ്യതയാണ്. സാർ, ഇനി എൻ്റെ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രമാത്രം എക്സ്പെൻസീവ് ആണ് ഈ പ്രോഗ്രാമുകൾ? ഫീസ് നമുക്കറിയാം, അബുദാബി IIT എന്ന് പറയുമ്പോൾ ഹൈലി എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഫീസ് സ്ട്രക്ചർ നോക്കിയാൽ ഒരു വർഷം ഏകദേശം നമുക്ക് ദിർഹമാണ്, അബുദാബി ആയതുകൊണ്ട് ദിർഹമാണ് അവിടുത്തെ. അപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം ഒരു 85,000 ദിർഹം ആവശ്യം വരും. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു 3.25 ലക്ഷം ദിർഹം വേണ്ടി വരും. ഒരു ദിർഹം ഏകദേശം ഒരു 24 രൂപ കണക്ക് കൂട്ടിയാൽ ഒരു 80 ലക്ഷം രൂപ 80 ലക്ഷം രൂപ 4 വർഷത്തെ ഫീസ് വരും. ഏത് കാറ്റഗറിയിലുള്ളവർക്ക്? ജോസ കാറ്റഗറി ആണോ അതോ? നമ്മൾ ഫീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. പക്ഷേ ഇനിയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഫീസ് പറയുമ്പോൾ ഇതാണ് 80 ലക്ഷം രൂപ എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ഹോസ്റ്റൽ ഫീ ആണെങ്കിൽ അങ്ങനെ തന്നെ. ഡബിൾ ഓക്കുപ്പൻസി ആണെങ്കിൽ പെർ മന്ത് 1000 ദിർഹം വേണ്ടി വരും. സിംഗിൾ ഓക്കുപ്പൻസി ആണെങ്കിൽ 2000 ദിർഹമാണ് ഹോസ്റ്റൽ ഫീസ് വരുന്നത്. അപ്പോൾ ജെ അഡ്വാൻസ്ഡ് വഴി വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് വേണം നമുക്ക് ലോട്ടറി എന്ന് പറയാം. ഈ 80 ലക്ഷം രൂപയ്ക്ക് പകരം ആ കുട്ടി കൊടുക്കേണ്ടത് ഡൽഹി IIT-യിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ കുട്ടി പേ ചെയ്യേണ്ട ഫീസ് എത്രയാണോ ആ ഫീസ് കൊടുത്താൽ മതി. ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഡൽഹി IIT-യിൽ 2.5 ലക്ഷം രൂപയാണ് പെർ ഇയർ ഫീസ് വരുന്നത്. ആ എമൗണ്ട് കൊടുത്താൽ മതിയാകും. അതായത് ചുരുക്കി പറഞ്ഞാൽ 60-ൽ 40 വിദ്യാർത്ഥികൾ 80 ലക്ഷം രൂപ ഫീസ് അടയ്ക്കുമ്പം 20 വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടത് ഏകദേശം ഒരു 10 ലക്ഷത്തിനടുത്ത് രൂപ മാത്രം. 60-ൽ 40 കുട്ടികൾ അടയ്ക്കുമ്പോൾ 20 കുട്ടികൾ 10 ലക്ഷം മാത്രം അടച്ചാൽ മതി ഏകദേശം ഫീസ് ഇനത്തിൽ വരുന്നത്. ഇനി അതിൻ്റെയും വ്യത്യാസമുണ്ട്. മറ്റ് ഓഫറും കൂടെ അവിടെ വരുന്നുണ്ട്. അതായത് ഈ ജെ അഡ്വാൻസ്ഡ് വഴി വരുന്ന ഡൽഹി IIT-യിൽ കൊടുക്കേണ്ട ആ ഫീസ് മാത്രം കൊടുക്കേണ്ട കുട്ടിക്ക് പെർ മന്ത് 2000 ദിർഹം പോക്കറ്റ് മണി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുമെന്ന് പറയാം. 2000 ദിർഹം എന്ന് പറയുന്നത് നമുക്കറിയാം ഏകദേശം 50,000 രൂപയുടെ അടുത്തായി പോക്കറ്റ് മണി ഓരോ മാസവും കിട്ടുകയാണ്. അതുകൂടാതെ ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് ഒരു വർഷം 4000 ദിർഹം, ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ടും തിരിച്ച് കിട്ടുന്നുണ്ട്. തന്നെയുമല്ല, ഹോസ്റ്റൽ ഡബിൾ ഒക്കുപ്പൻസി ഉള്ള ഹോസ്റ്റൽ ഫ്രീ ആയിട്ട്
ആ ഒരു ലഭിക്കുകയും ചെയ്യും. ഓഹോ, അതായത് ഫസ്റ്റ് ഫ്രീ ആണ്, ഫുൾ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു പക്ഷേ ഡൽഹി അവിടെയൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ അത്യാവശ്യം റിലേറ്റീവ്സ് ഒക്കെ ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് അവനൊരു പക്ഷേ ഇന്ത്യയിലെ ഒരു IIT-യിൽ അല്ലെങ്കിൽ ഡൽഹി IIT പഠിക്കുന്നതിലും കൂടുതൽ സന്തോഷമായിട്ട് അവിടെ പഠിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. കാരണം അവിടെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റീസ് അവിടെയുണ്ട്. നമുക്കറിയാം അവിടുത്തെ ഒരു കൾച്ചർ, ഒരു ഇൻ്റർനാഷണൽ കൾച്ചറുണ്ട്, നല്ല എക്സ്പോഷറുണ്ട്, യൂറോപ്യൻസൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ നമുക്കറിയാം ഫോർമുല 1 സീരീസിലെ കോമ്പറ്റീഷൻ ലാസ്റ്റ് വരുന്നത് എപ്പോഴും അബുദാബിയിലാണ്. അപ്പോൾ ഫോർമുല 1 പ്രേമികളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസും കൂടെയാണ് അബുദാബി. അങ്ങനെയൊക്കെ ഒത്തിരി പ്രാധാന്യമുള്ള ഒരു പ്ലേസാണ്. പിന്നെ ബീച്ചസ് ഉണ്ട്, നല്ല ഹോട്ടൽസ്, എല്ലാ തരത്തിലും ഇന്റർനാഷണൽ എക്സ്പോഷർ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. സാർ ചുരുക്കി പറഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് 6000-7000 ഉള്ള വിദ്യാർത്ഥികൾ IIT അബുദാബി ചൂസ് ചെയ്തത് ഇത്രയും മികച്ച ഓപ്ഷൻസ് അവർക്ക് കിട്ടുന്നത് തന്നെയാണ്. പിന്നെ CIT വഴി വരുന്നവർക്ക് ഈ ഫീസ് അടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ UAE പേഴ്സൺസിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ലായിരിക്കും. അവർക്ക് എല്ലാം തന്നെ ഫ്രീ ആണ്. ഓക്കെ. അതേസമയം നമ്മുടെ ഇന്ത്യൻസ്, അതായത് നമ്മുടെ മലയാളീസൊക്കെ NRI സ്റ്റാറ്റസ് ഉണ്ടാവും. അവരൊരു പക്ഷേ CIT എഴുതി ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അതിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ ഫസ്റ്റ് അഡ്മിഷൻ വരുമ്പോൾ 5 കുട്ടികൾക്ക് അവിടെ ഫുൾ ഫീസ് ഫ്രീ കൊടുക്കുകയാണ്. ഓക്കെ. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ? അത് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഇപ്പം ഫസ്റ്റ് അഡ്മിഷൻ നടക്കുകയാണ്. അതിനുശേഷം അവരുടെ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ CGPA 8, ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് 8 CGPA കീപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് കിട്ടും. അതിന് തുടക്കമായിട്ട് ആദ്യം 5 കുട്ടികളെ ടയർ 1 എന്നും ബാക്കി 5 കുട്ടികളെ ടയർ 2 എന്നും എടുക്കുകയാണ്. ഈ ടയർ 1-ൽ 100% ഫീ വേവിയർ കൊടുക്കുകയും ടയർ 2-ൽ 50% ഫീ വേവിയർ കൊടുക്കുകയും ചെയ്യും. ടയർ 1 എന്ന് പറയുന്നത് CGPA 8 കീപ്പ് ചെയ്യുന്നവരാണ്. ടയർ 2 എന്ന് പറയുന്നത് CGPA 6 കീപ്പ് ചെയ്യുന്നവരാണ്. CGPA 8 കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അത്യാവശ്യം മിടുക്കനായ കുട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ അവന് ഈ CIT വഴിയാണെങ്കിൽ പോലും അവനും ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള എല്ലാ അവസരവും അവിടെ കിട്ടുന്നുണ്ട്. അപ്പം ആ തുടക്കത്തിൽ നമുക്കറിയാം ഈ CIT എൻട്രൻസ് സ്കോറിൻ്റെ ബേസിലാണ് 5 10 കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നീട് CGPA ബേസിലാണ്. അപ്പോൾ CGPA അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കുട്ടിക്കും അതിനുള്ള അർഹത ഉണ്ടാവും. നന്നായി പഠിച്ചു ഏറ്റവും നല്ല സ്കോളർഷിപ്പുകളും ഫീ വേവിയറും കിട്ടുന്ന മിനിമം ഫീസിൽ തന്നെ ഇന്റർനാഷണൽ എക്സ്പോഷറിൽ പഠിച്ചിറങ്ങാനുള്ള അവസരം ഈ അബുദാബി IIT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ സ്വന്തം IIT-കളിൽ ഇന്റർനാഷണൽ ക്യാമ്പസുമായി ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് IIT അബുദാബിയാണ്. വിദ്യാർത്ഥികൾക്ക് IIT അബുദാബിയെക്കുറിച്ചും അവിടുത്തെ ഫീസിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു കൃത്യമായ ഐഡിയ ജോബി സാറിൽ നിന്ന് കിട്ടി എന്ന് ഞങ്ങൾ കരുതുകയാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഇൻഫർമേഷൻ. Brilliant Study Center, India's #1 coaching center for NEET and JEE.